ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ, അതായത് സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പുറത്ത് പോവാണ്, പാർക്കിൽ വരെ. അപ്പം ഇവിടെ അടുത്തുള്ളൊരു പാർക്കാണ്, അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിലല്ലേ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഈശ്വരോ, ഒരു ഐഡിയ ഇല്ലാണ്ട് പോവാട്ടോ. അതെ, ചായ ഒന്നും കുടിക്കരുത്. ചായ പാത്രത്തിലാണോ ഉണ്ടായത്? എന്ത് പറഞ്ഞാലും ചായ ചായ ചായ. നീ അമ്മേനെ വിളിച്ചോണ്ടിരുന്നേ? ഗൈസ്, നമ്മൾ അങ്ങനെ പിന്നെയും അൽഹമൂറിലുണ്ട് ചായ ഒക്കെ കുടിച്ചിട്ട് പോകാനുള്ള പ്ലാൻ കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്കും ചായ മാത്രമേ ഉള്ളൂ, കടിയൊക്കെ തീർന്നു പോയി. अभी मैं अंदर है, अभी बोलो वो लोग आ जाएगा, कल ही आएगा। माफी माफी नो कड़ी माफी। वो लोग आज बस एक दिन आएगा, आ जाएगा, कल ही आएगा। हम लोग बहुत दिन आ जाएगा। आज आ रहे हैं Gummy bear, I am a gummy bear. നിനക്ക് വണ്ടിയുടെ സ്ഥലം കിട്ടി, അവർക്ക് വണ്ടിയുടെ സ്ഥലം കിട്ടിയില്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? പോകുന്നുണ്ടോ? പറ. ചായ കുടിച്ച് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ എവിടെ പോകും എന്നതിനെ പറ്റിയുള്ള ആലോചനയാണ്. ഇതുകൊണ്ട് ഫുള്ള് വണ്ടികളാണ്, തിരക്കോട് തിരക്ക്, ചുറ്റോട് ചുറ്റും തിരക്ക്. നാഷണൽ ഡേ പ്രമാണിച്ച് ഫുള്ള് തിരക്ക്. ഹലോ ഗായ്സ്, വെൽക്കം. ഫോളോ ദ ലീഡർ. ഫോളോ ചെയ്യും. ഫോളോ ദ ലീഡർ, ലീഡർ ലീഡർ, ഫോളോ ദ ലീഡർ. പണ്ട് പിള്ളേരുടെ കൂടത്ത് കുറെ നാളുണ്ടായിരുന്നുകൊണ്ടുള്ള പീക്രിക്ക പാട്ടെല്ലാം പഠിച്ചു. അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയും വ്ലോഗിൽ നിന്ന്. എന്നെ നിങ്ങൾ പരാമർശിക്കുന്ന, നെഗറ്റീവായി പരാമർശിക്കുന്നതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയും. ഇല്ല, പപ്പ വീഡിയോ പപ്പ കാണുന്നുണ്ട് ഇടയ്ക്ക്. വീഡിയോയിലൂടെ പറഞ്ഞ് അവരെ അറിയിക്കാൻ. അടുത്ത് നമ്മൾ ആ പാർക്കാണ്, നമ്മള് പോയ സ്ഥലമാണോ വെച്ചത്? ആ, മറ്റേ സൈഡിൽ പോയിരുന്നു ചായ കുടിച്ചോണ്ടിരിക്കുന്നത്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. പയ്യെ പറയണം. നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പൊ നിങ്ങൾ കളിക്കാറുണ്ട് ഹോട്ടലില് ബാഡ്മിന്റണ്? അത് മറ്റേ ഈ കോമ്പറ്റീഷൻ വരുമ്പോൾ മാത്രമേ നിങ്ങൾ കളിക്കാറുള്ളൂ അല്ലേ? പക്ഷെ പണ്ട് ഇവര് കളിക്കുമായിരുന്നേ, കുറെ ആൾക്കാരെല്ലാം അവിടെ കൂട്ടിയിട്ട്. ആ മുസ്തു ഇടയ്ക്ക് ഓർക്കുന്നുണ്ട്, ഇടയ്ക്ക് നിങ്ങളെല്ലാം അവിടെ കൂടി. ഇല്ല, രണ്ട് റൗണ്ട് കഴിയുമ്പത്തേനും മുസ്തു അയ്യോ ഇല്ല പിന്നെ അവിടുത്തെ 2 കുപ്പി വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഇവര് പൊക്കിക്കൊണ്ട് പോകും. ആ, നല്ല രസമുണ്ടല്ലേ. നീ എവിടെ എടുത്തേക്കുന്നത്? അതല്ലേ വെച്ചേക്കുന്ന, നല്ല രസമുണ്ട്. ഓ, അങ്ങോട്ട് നോക്ക്, അവിടെ ഫുള്ള് മുകളിലൂടെ. ഇവിടെ ആക്ച്വലി വേറൊരു വൈബാണ്. പെട്ടെന്ന് ഡിബ എന്ന് പറയുന്ന, നമ്മുടെ ഡിബ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോക്കൽ സ്ഥലം, ഭയങ്കര. ഇവിടെ വന്നു കഴിയുമ്പോൾ കുറച്ച് അങ്ങനെയല്ലടാ, ആ ലോക്കലല്ല ഉദ്ദേശിച്ചേ, സാധാരണക്കാരുടെ, ഭയങ്കര സാധാരണക്കാരുടെ സ്ഥലം.
അപ്പൊ ഞാൻ ഡിബയുള്ള അങ്ങനെ കമന്റ് വന്ന് തെറിയാക്കട്ടെ ഞാൻ. പക്ഷെ ഇവിടെ ഒരു വേറൊരു രസമാണ്. ഈ സ്ഥലത്ത് എന്താ പറയുന്നത്? വണ്ടിയെ കയറ്റിയ പറ മുസ്തഫാക്കു. ഈ സ്ഥലത്തിന്റെ പേരെന്താ? അൽ ഹിസൻ. പക്ഷെ ഇവിടെ നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നാളെ അപ്പോൾ ഇത് കൊണ്ടോ ഫുള്ള് വൈറ്റ് ഇട്ടേക്കുന്നേ. ആ വണ്ടി തിരിച്ചു അങ്ങനെ ഇങ്ങനെ കിടക്ക. നീ എന്റെ ക്യാമറമാൻ ആവുമോ? അതെ, ഞാൻ ഇതെനിക്ക് ഇത് പൈസ കിട്ടി തുടങ്ങുമ്പോൾ നിനക്ക് ഞാൻ പൈസ തരുന്നതായിരിക്കും. എടാ, എല്ലാ വലിയ വലിയ വ്ളോഗേഴ്സും ഇല്ലേ, അവർക്കൊരു ക്യാമറമാൻ ഉണ്ട്, മനസ്സിലായോ? അങ്ങനെ ചെയ്താലേ, അല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ട് എടുത്തിട്ടൊന്നുമല്ല. എല്ലാവർക്കും ഏത് 15 Pro Maxല് ഓൾഡ് ഫോൺ തന്നെ ചമ്മി നിൽക്കുക. ഞാൻ 15 Pro Max ആണ്, ഒന്ന് ക്യാമറ ഓൺ ആക്കി 2 വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ മറ്റേ പാർക്കിൽ പോയില്ലേ, അന്ന് ഇച്ച ആ ഫോൺ ഉപയോഗിച്ച് കുറച്ച് വീഡിയോസ് എടുത്തത്. എവിടെയാണ് സുഹൃത്തുക്കളെ ആ പാർക്ക്? പോവാണോ? ഒന്ന് അപ്പുറത്തേക്ക് പോവാ. നമ്മൾ ഇവിടെ അല്ല കേട്ടോ, നമ്മൾ അപ്പുറത്തെ പാർക്കുണ്ട്. എനിക്കറിയില്ല, നീ എന്താ എന്നെ കൊണ്ടുപോകാൻ? ചുമ്മാ അറിയില്ല. അങ്ങനെ എന്റെ പേരാ? ഈ പാർക്ക് ഭയങ്കര രസമുള്ള പാർക്ക്. ഇത് മറ്റേ അന്ന് ആ കൊച്ചിനെ അടിച്ചു മറ്റേ പന്തല്ലേ, നീ മാഫി പറഞ്ഞിട്ട്? ആടാ, ഇതാ പന്ത്, മറ്റേ അറബി കൊച്ചിന്റെ. ഈ മാഫിയുടെ അർത്ഥം എന്താ ആക്ച്വലി? ഇല്ലാന്ന്. നമ്മളങ്ങനെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് ഫസ്റ്റില് പിള്ളേരുടെ ഇത് എല്ലായിടത്തും ഈ സെയിം സെറ്റപ്പ് തന്നെയല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പാർക്കെല്ലാം പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രമാണോ? എന്താ വലിയവർക്ക് പാർക്കില്ലാത്ത? നിനക്ക് പിന്നെ പറയാൻ കൊച്ചുണ്ടെന്ന്. ഞാൻ ആരെടുത്ത് ഒക്കത്ത് വെച്ചോണ്ട് കയറും, മുത്തിനെടുത്ത് ഒക്കത്ത് വെച്ചോണ്ട് ഞാൻ കയറേണ്ടി വരും. അങ്ങനെ അമ്മമാർക്ക് അപ്പന്മാർക്കുണ്ടല്ലോ, ഈ പിള്ളേരുണ്ടെങ്കിൽ കുറെ ആയ സ്ഥാനത്ത് കയറാൻ പറ്റും. നല്ല രസില്ലേ നടുക്കൂടെ പള്ളി കാണാനായിട്ട്? ഇത് ഷാർജ പള്ളി അല്ല അല്ലേ? ഈ പള്ളിയുടെ പേരെന്താ? പള്ളിയുടെ പേര് ഇത് അത്ര ഹൈറ്റ് ഇല്ല കേട്ടോ. അത് ഭയങ്കര ഹൈറ്റില്ല. എടാ, ഇവിടെയാണോ മൈക്ക്? എന്റെ കയ്യിലാ മൈക്ക്. എടാ, അത് ഭയങ്കര ഹൈറ്റില്ല കേട്ടോ. ഗൈസ്, നിങ്ങൾ കണ്ടോ, നാഷണൽ ഡേക്ക് വന്നിട്ട് 40 വയസ്സായ ഒരു അമ്മച്ചിയും 51 ഒരു കിളവിയും. അത് കുറച്ച് കണക്ക് കൂടിയതാണ്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ വന്ന ഒരു ശിശു, അബുക്കാരെ ശിശുവേ ഒന്ന് ആടിയേ. ഇവിടെ ഹൈലൈറ്റ് ആരാന്ന് വെച്ചാ നമ്മളെ ടോട്ടോയാണ്. ഈ അമ്മച്ചി വരുന്ന വരത്ത് കണ്ടാലേ ചിറാപുഞ്ചി വളയത്ത് പാട്ട് പാടി. ഇത് മത്സരത്തുള്ളക്കം, മത്സരത്തുള്ളക്കം. തള്ളലോട്ടോ, കൊല്ലും ഞാൻ, എനിക്ക് പേടിയാ. ആ ടൂട്ടുവിനകത്ത് കയറി. പക്ഷെ നല്ല രസമുണ്ടല്ലോ ഊഞ്ഞാലാടുക എന്ന് പറഞ്ഞാല്. നാട്ടില് നല്ല ഒരു വീടൊക്കെ പണിതിട്ടില്ലേ പിള്ളേർക്ക് വേണ്ടിട്ട്? പിള്ളേർക്കും നമുക്കും.
2 ഊഞ്ഞാല് ഇത് കൂട്ട് റൈഡും വേണം. ആ ഓണത്തിന് മറ്റേത് മറ്റേ 2 എണ്ണം വേണം. ഒരെണ്ണം പിള്ളേർക്കും ഒരെണ്ണം നമുക്കും. പിന്നെ ഇത് കൂടി ഊർന്നിറങ്ങുന്ന സാധനം. ഒരെണ്ണം ചെറുത് കൊച്ചിനും വലുത് നമുക്കും. ഇത് കൊച്ചുണ്ടോ പുറകിലെ? കാല് പൊക്കി പിടിക്കാൻ കാല് പൊക്കി പിടിക്കാൻ പൊട്ടാ. അങ്ങനെ നീളത്തിൽ പിടിക്കാം. അവൻ കാല് താത്തുക. വെള്ളത്തിൽ മറ്റേ ലൈറ്റ് കൂട്ടിയുള്ളൊരു എവിടെ പോയവരാ? എന്നാ അവിടെ നിന്നായിരിക്കും ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നത് മേ ബി. അല്ല അതിലേം പോത്തില്ലേ? അങ്ങനല്ലേ 700 ആവുള്ളൂ. അല്ല ഇതാവുള്ളൂ. ഇല്ലടാ ആക്ച്വലി നല്ല രസമായിട്ട് ഇവിടെ പിള്ളേരുടെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ കളിക്കാനായിട്ട്. പിന്നെ നമുക്ക് നടക്കാനായിട്ട് സിന്തറ്റിക്കിൻ്റെ ട്രാക്കൊക്കെ ഉണ്ട് ഇവിടെ. വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഈവനിങ് ഒത്തിരി ആൾക്കാർ നടക്കാനും അങ്ങനെയൊക്കെ വരുന്ന സ്ഥലമാണ്. പിന്നെ നടുക്ക് ഒരു ചെറിയ കനാല് പോകും. അപ്പൊ ഇത് ഡിബയുടെ പള്ളിയാണ് നിങ്ങൾ പറയുന്നത്? 2 ചാർജ് 2 ചാർജ് സത്യത്തിലുണ്ടല്ലോ ഇവിടെ ആരെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം കുറെ പേരെ പറ്റിക്കാനായിട്ട് ഇവർ ഓരോ ദിവസം ഓരോ കഥ ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നു ഇവരിപ്പോ 15 വർഷമായിട്ട് ഇവരിപ്പോഴൊക്കെ ഇവിടങ്ങോട്ട് വരുന്നേ. അതാണ് അതിന്റെ സത്യം. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൽ പിടിച്ചു വെക്കാനായിട്ട് ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ പറയും. അന്ന് ഈ പാർക്കിൽ ഇതില്ല. ഇപ്പൊ നമ്മൾ നടന്നുപോണെങ്കിൽ ജസ്റ്റ് ലോണും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആണ്. നടന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കേട്ടോ. ഇവിടെ ഫ്ലാഗ്, UAE ഫ്ലാഗ്. ഇതൊരു പള്ളി. പിന്നെ ഇവിടെ ആയിട്ടൊരു പള്ളി. പള്ളിയുടെ പേരറിയില്ല കേട്ടോ. അങ്ങനെയായിരിക്കും എടുക്കുന്നത്. ഇന്നത്തെ ദേശാടനത്തിന് ശേഷം ദേശാടനമൊക്കെ എന്താ? ഞാൻ കുറെ മലയാളം വേടൊക്കെ പറയുന്നുണ്ടോ, അതിന്റെ അർത്ഥം പോലും എനിക്ക് അറിയത്തില്ല. എന്നാ പര്യടനം അന്നെന്താ? അപ്പൊ ഇന്നത്തെ എന്താ പറയുന്നത് അതിന് ശേഷം ടൂട്ടു. അപ്പൊ നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇച്ചാ ഈ ദേശാടനത്തിന്റെ അർത്ഥം എന്താ? എന്നാ പര്യടനം അല്ല സന്ദർശനം. അയ്യോ ടൂട്ട് നിൽക്കിട്ടില്ല. അങ്ങനെ പയ്യെ തിരിച്ചു പോവാം കേട്ടോ. ഇന്നത്തെ ഈ ഈവനിങ് വിസിറ്റിന് ശേഷം നമ്മളങ്ങനെ തിരിച്ചു പോവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.